2025 ജനുവരി 20 എൻ്റെ സൗദിയിൽ നിന്നുള്ള റിട്ടേൺ. അതിനുശേഷം ഫെബ്രുവരി നാട്ടിൽ വന്ന് എല്ലാവരുമായിട്ട് അടിച്ചുപൊളി. മാർച്ചിൽ ഞാൻ എൻ്റെ കൊച്ചിന് പുതിയൊരു സൈക്കിൾ വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഒരു പുതിയ ബൈക്കും എടുത്തു. മാർച്ച് മാസം 30 വൈഫ് നാട്ടിൽ വന്നു, അവളുടെ ബർത്ത്ഡേ. ഏപ്രിൽ മാസം ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയി ഗോവയ്ക്ക്. നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ ആ ട്രിപ്പ് ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു. നല്ല സൂപ്പർ ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ പെണ്ണുമ്പിള്ളയുടെ വെക്കേഷനൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ച്, കണ്ടില്ലേ, ഇങ്ങനത്തെ യുദ്ധത്തിലും എല്ലാം കയറി നല്ല സെറ്റായിട്ട് ജോളിയായിട്ട് നടന്നു. നല്ല അടിപൊളി ട്രിപ്പൊക്കെ ആയിരുന്നു അത്. വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം, കൊച്ചിന് സന്തോഷം, വൈഫിന് സന്തോഷം, എനിക്കും സന്തോഷം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഗോവയ്ക്കാണ് കേട്ടോ. അങ്ങനെ ആ ഗോവൻ ട്രിപ്പും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് അവളുടെ ഫാമിലി എല്ലാവരുമായിട്ട് വീണ്ടും അടുത്തൊരു ട്രിപ്പ് ധനുഷ്കോടി. അവിടുന്ന് മെയ് മാസം പകുതിയായപ്പോൾ വൈഫ് തിരിച്ച് സൗദിയിലോട്ട്. അങ്ങനെ ജൂണിൽ ഞാനും അയർലൻഡിൽ വന്ന് കുറച്ച് നല്ല ഫ്രൂട്ടുകാരുമൊക്കെ ആയി കൂടി. അങ്ങനെ ഓഗസ്റ്റ് മാസം ഞങ്ങളൊരു പുതിയ കാറെടുത്തു. അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞ് പെണ്ണുമ്പിള്ള പ്രഗ്നൻ്റാണ്. അതിനുശേഷം കാറിന് 8ൻ്റെ പണി കിട്ടി. അതൊരു 3-4 മാസം അതങ്ങനെ കിടന്ന്. അത് 4 മാസത്തോളം ഒരു ഗ്യാരേജിൽ കിടന്ന്. അവിടുന്ന് പിന്നെ വീണ്ടും വേറൊരു ഗ്യാരേജിൽ കൊണ്ടുപോയി. അങ്ങനെ പണിത് നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്നിറങ്ങി. അതിൻ്റെ നഷ്ടം ഇങ്ങനെ തീരാതെ ഇപ്പോഴും കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ എന്നാ പറയുന്നത്, കാറിൻ്റെ പണിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാതെ. ഇവിടുത്തെ പണി നമുക്കറിയത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന പണികളാണ്. നമ്മൾ ഒരു സംഭവം നേടിയത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നഷ്ടപ്പെട്ടതും പറയണല്ലോ. അപ്പം എനിക്ക് കിട്ടിയതിലും കൂടുതൽ നഷ്ടമാണ് ഈ അയർലൻഡ് ട്രിപ്പിൽ കിട്ടിയിരിക്കുന്നത്. എന്നാലും ഞാനതിൽ സന്തുഷ്ടമാണ്. ഇനി അങ്ങോട്ട് എന്തായിരിക്കുമെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ കാറിൻ്റെ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവർ കാണിച്ചു തന്ന് എൻ്റെ കാറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഏകദേശം ഞാനത് ഇറക്കി. അങ്ങനെ നവംബർ മാസം എത്തി. അന്ന് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ. അവൻ സന്തോഷപൂർവ്വം നാട്ടിൽ കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാവരും ഉണ്ട്. വൈഫ് നാട്ടിലാണ്. അവളുടെ ജോലി അതിനിടയ്ക്ക് പോയി. അവളുടെ ജോലി പോയതല്ല, അവൾ പ്രഗ്നൻ്റ് ആയത് കാരണം നാട്ടിൽ പോയി. അവളിങ്ങനെ കൊച്ചുമായിട്ട് സന്തോഷമായിട്ട് നാട്ടിൽ നിൽക്കുന്നു. അവർ കേക്ക് കട്ട് ചെയ്യുന്നു. എല്ലാവരും ഉണ്ട്. അടുത്ത് നിൽക്കുന്നത് വൈഫിൻ്റെ അനിയത്തിയുടെ കൊച്ചാണ്. ഇതാണ് എൻ്റെ വൈഫ്, കൊച്ച്. അങ്ങനെ അവർ സന്തോഷമായിട്ടിരിക്കുന്നു. ഇവിടെ ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് നമുക്ക് പിന്നെ എന്നാ പറയുന്നത്, ഒരു പ്രവാസി ആയത് കാരണം എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെ വീഡിയോയിലൂടെ കണ്ട് എല്ലാവരെയും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുക എന്നുള്ളത് മാത്രമാണ്. ശരിയല്ലേ? അപ്പോൾ അവരങ്ങനെ അവൻ്റെ ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ച് കട്ട് ചെയ്ത് സന്തോഷവാനായിട്ട് അവരിയ്ക്കുന്നു. അതിനുശേഷം ഡിസംബർ മാസം കടന്നു വന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അങ്ങനെ ക്രിസ്മസ് നല്ല രീതിയിൽ ഞങ്ങളും ആഘോഷിച്ചു. ഇനി വരാനിരിക്കുന്നത് ന്യൂ ഇയറാണ്. ഇന്ന് ഡിസംബർ 31 അല്ലേ? അപ്പോൾ ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോഴത്തേക്ക് ന്യൂ ഇയർ പിറക്കാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഞാനിതാ നേരുന്നു. Attention everyone, coming soon, 1 January 2026, a very special day for all of us because it marks the first day of a brand new year. Welcome to the grandest celebration of the new year. आप सभी को नव वर्ष 2026 की हार्दिक शुभकामनाएं। यह नया साल आपके जीवन में खुशहाली, स्वास्थ्य और तरक्की लेकर आए. Once again, Happy New Year to everyone.